എമിലി എന്താണ് തടിയാ? നിങ്ങൾ വരുന്നുണ്ടോ? എവിടെ? നമ്മൾ ഫിലിം ഫെസ്റ്റിവലിന് ഒന്ന് എല്ലാവരും കൂടെ പോയിട്ട് വന്നാലേ? ഇല്ല വരുന്നില്ല. എന്ത് പറ്റി? ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോണം. നമുക്ക് എല്ലാവരും കൂടെ പോയിട്ട് വരാം, എന്നാലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ മതി, വാ നമുക്ക് പോവാം. എടാ നില്ലടാ, ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോണം. ചുമ്മാ ഇരിപ്പ്, അതുവരെ പോയിട്ട് ഒന്ന് വരാം. നീ കൈവിടേക്ക് വേദനിക്കുന്നു. എടാ വന്നാണ്. വിട് പോവാം. എടാ പ്ലീസ്, ക്ലാസ്സിന് പോണം. പറഞ്ഞാ വലിയ എല്ലാവർക്കും വലിയ കുഴപ്പമില്ല. സർക്കാർ മെഡിക്കൽ കോളേജിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മനസ്സിൽ വായിക്കോ ജയകുമാറിന്റെ ജീവിത വഴികളിലൂടെ വേണ്ട ഇതുവഴി പോടാ. ഓ ഓച്ചൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും ഞാൻ അവിടെ ആയിരിക്കും. അവിടെ എൻ്റെ ആരുണ്ട്? അവിടെ എൻ്റെ വല്യമ്മയുണ്ട്. അപ്പോൾ തൃശ്ശൂർ കുഞ്ഞമ്മയുണ്ട്. ഇപ്പം മാമി എരുമേലില്. നിനക്ക് 14 ജില്ലകളിലും ബന്ധുക്കളാണ്. അതെല്ലാം കോവിലിൻ്റെ നടയിൽ. എല്ലാ സ്ഥലത്തും ഉത്സവം കൊണ്ട് ഇവിടെ പുതിയ പഠന റിപ്പോർട്ട് കോളേജ് ക്യാമ്പസുകളിൽ മൊബൈലിന്റെ അമിത ഉപയോഗം നാടിന്റെ തന്നെ സദാചാരത്തെ ബാധിക്കുന്നു. നമ്മുടെ സദാചാരമൊക്കെ പോയളിയാ. സദാചാരം നമുക്കിവിടെ സദാചാരത്തിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാലോ? സദാചാര പോലീസ്. അത് കൊള്ളാം. അടിയുണ്ട് ഊപ്പാട് വരും. പക്ഷെ നല്ല ഐഡിയ ആണല്ലേ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. നല്ല ഐഡിയ ആണ് അല്ലേ? നമുക്കൊരു വെയിറ്റ് ആയിരിക്കും. പക്ഷെ അതിനെ പറ്റി കേസ് വേണ്ടേ? കേസൊക്കെ വരും. ആ തടിയ സോമല്ലേ എമിലിയുടെ കൈ കയറി പിടിച്ച്. ആദ്യം എമിലി വിളിച്ച് എന്തോ റോങ്ങായി സംസാരിച്ച് അന്വേഷണം കൈ കയറി പിടിച്ചു. നീ ഇത് കേട്ടില്ലേ? കേട്ട് പിന്നെ ഒന്നും മിണ്ടായിരിക്കണേ. ഞാൻ എന്ത് ചെയ്യണം? എടാ നമുക്ക് ചോദിക്കാം. നീ വെറുതെ മിണ്ടാണ്ടിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണം പ്രശ്നത്തിന്. ഇത് ആവശ്യമുള്ള കാര്യമാണ്. നീയല്ലേ പറഞ്ഞ നമുക്ക് ഇവിടെ സദാചാര പോലീസ് ചമയണമെന്ന്. പക്ഷെ അത് ശരിയാണോ? പക്ഷെ ഈ കൈ കയറി പിടിച്ചെന്നൊക്കെ പറയുമ്പോ ഒരു കൈ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് സദാചാര ലംഘനമല്ല. കാരണം കൈ ഒരു സെക്ഷൽ ഓർഗൻ അല്ല. ചില സമയത്താണ്. എടാ അതെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മകൾക്ക് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അണ്ണാ അത് പാണീഗ്രഹണം. അച്ഛൻ മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്നതും ഭർത്താവ് ഭാര്യയുടെ കൈ പിടിക്കുന്നതും ഞാൻ എമിലിയുടെ കൈ പിടിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. 3 2 2 3 ഇവിടെ തടിയും സോമനാണ് വില്ലൻ. എമിലി പാവം മാൻപേട. നീ പാടാ എൻ്റെ ഒരു പേടാ. രവിയേട്ടാ കുറിച്ച് പറഞ്ഞാലും കാര്യമുണ്ട്. ചില സാഹചര്യത്തിനനുസരിച്ച് സദാചാരത്തിന്റെ സ്വഭാവം മാറും. നമുക്ക് പോയി ചോദിക്കാം. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ എമിലിന്റെ പെങ്ങളാ. അണ്ണാ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. എന്നാ പോയി നിങ്ങൾ വാ വാ വാ. ഞാൻ പറഞ്ഞടാ കൊച്ചു കൈമാരെ കേസിന് നമ്മളൊന്നും ശരിയാവൂല. പക്ഷെ നിങ്ങൾ വന്നേന്ന്. വാ. അവന്മാര് പോണോ? അവര് അത്യാവശ്യമായിട്ട് പോകണമെന്നാണ്. പോട്ട് എന്ത് എവിടെ പോണോ? നിന്റെ അടുത്ത് വന്ന് പറയണോ അതൊക്കെ? നീ പിടിച്ച ആരെ കൈ കയറി എമിലിയുടെ പിടിച്ച്? നിനക്കെന്ത്? വാ പിടിച്ചെന്ന് പോവാ. നീ കാണിച്ചത് ചറ്റത്തരമായി പോയി. സദാചാര ലംഘനമാണ് നീ കാണിച്ചത്. എന്നിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ സദാചാര ലംഘനത്തിനെ ചോദിക്കാൻ നീ ആരടാ? നീ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ കാണിച്ചത് ചെറ്റത്തരവും സദാചാര ലംഘനമാണ്. ആണാ? ശരി എന്നാ പോട്ടാ. എടാ അവിടെ പോടാ. ഓടിക്കോ, അവിടെ വലിയ അടി കിടക്കുന്നു. സദാചാരം. നീ യവന്മാരെ ഈ കോളേജ് വാങ്ങിക്കുക. ഇത് കലാലയമാണ്, അല്ലാതെ കലാപഭൂമിയല്ല. യവന്മാര് തമ്മി അടിക്കട്ടെ. യവന്മാരെ കൂമ്പക്കല്ലേ പാടുള്ളൂ. ആ കോളേജിലെ സാധനങ്ങൾ മൊത്തം, ആ കാലഘട്ടത്തിലെ സാധനങ്ങൾ മൊത്തം അടിച്ചു പൊട്ടിച്ചേക്കണം. 3 ജനാലയുടെ ജില്ല തകർത്തത്. പിന്നെ കുറെ ചെടിച്ചട്ടിയും പൊട്ടി വെച്ചു. അതും തകർത്താ? ഇതിനൊക്കെ നഷ്ടപരിഹാരം ആര് കൊടുക്കും? യവന്മാർ കൊടുക്കും. ഞാനങ്ങൂല. ഞങ്ങൾ ഇവിടെ പോയെന്നുള്ളത് ശരിയാണ്. പക്ഷെ സദാചാര ലംഘനം എവിടെ കണ്ടാലും ഞങ്ങൾ ഇടപെടും. അടിച്ച് പഞ്ചറായി കളഞ്ഞ ചെറുക്കൻ്റെ മുഖം എല്ലാം കൂടെ. സാറേ ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ കോളേജിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും.
അച്ഛനാരെന്ന് താൻ അറിയാമോ? നിനക്ക് അറിഞ്ഞു എത്ര ആ പറഞ്ഞേട്ടാ എൻ്റെ അച്ഛനാണെന്ന് അറിയാം നിനക്ക്? സാറിന് അറിയോ? സാറിന് അറിഞ്ഞൂടെ? നിനക്കറിയാടാ? കയറിയില്ല. രവിയേട്ടാ നിനക്ക് അറിഞ്ഞൂടെ? സാറിന് പറഞ്ഞൂടെ? അധികം സ്മാർട്ടായില്ല കേട്ടാ. ടീച്ചറിന് പറഞ്ഞൂടെ? അത് ശരി. അത് ആർക്കും അറിഞ്ഞൂടാ? സോമനും അറിഞ്ഞൂടാ അച്ഛൻ ആരാണ്? ഉള്ള പോക്കത്തിന് മൊത്തം കണിച്ച് സ്മാർട്ടായില്ലേ? നിന്നെയൊക്കെ എന്തിനാണോ ഞങ്ങൾക്കറിയാം. ആർക്കറിയാം? നമുക്ക് എനിക്കറിയാം. എനിക്ക് അറിയണം സാറേ, എന്നെ തല്ലി എന്തിനൊന്നും. സാർ ആദ്യം തല്ലിയതോനാ. നീ മിണ്ടരുത്. ഡേയ് നീ എന്തിനാ സോന തല്ലിയത്? സാർ ഇവ എമിലിയുടെ കൈ കയറി പിടിച്ചു. ആര് പുറത്തുണ്ട്? എമിലി പുറത്തുണ്ട്. ഡേയ് നീ ഞാൻ എമിലിയെ വിളി. ഡേയ് നീ ഇവിടെ നീ പോയിട്ട് പോടാ. ഡേയ് നീ പോടാ. നീ പോ. നീ ഇവിടെ നീ ശരിയാക്കി തരാം. എന്താണെന്ന് അറിയാൻ പറ്റൂല നമുക്ക്. ആര്? ഇപ്പൊ അറിയാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പം അറിയാം. തീരുമാനം എടുക്കാം. നമ്മളൊന്നും ചെയ്തില്ല. പോയി കാര്യം നീ ഒന്നും ചെയ്യില്ല, എല്ലാം പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണ്. ആരെ പുറത്താക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കാര്യങ്ങൾ മൊത്തം വ്യക്തമായിട്ട് അറിഞ്ഞില്ലല്ലോ. നീ എന്താ ഇവിടെ ഒന്ന് കുഴവഴാന്ന് പറഞ്ഞ് ഞാൻ കേട്ട് ഇല്ലേ? അടിയുണ്ടൊക്കെ ശരി തന്നെ, കാര്യം പാടുകളൊക്കെ ഉണ്ട്. നീ തിരിച്ചൊന്നും അടിച്ചില്ലെന്ന് എനിക്ക് വ്യക്തമായി. കാരണം അവന്മാർ ദേഹത്ത് ഒന്നുമില്ല. തോണ്ടട്ടെ കട വിളിക്കാൻ പോയ അവിടെ പോയി. ആ ആ വാ വാ വാ. ഇവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ? എല്ലാം അറിഞ്ഞു. എല്ലാത്തിനും ഉത്തരവാദിത്വം നീയാണ്. ഞാനോ? ആ നീ തന്നെ. നിന്റെ കയ്യിൽ ഈ സോമൻ കയറി പിടിച്ചാ? എപ്പോ? പ്രദീപ എപ്പോഴെന്ന്? സാറേ ഇന്ന് രാവിലെ ഇവിടെ വെച്ച് അവിടെ വെളിയിൽ. നീ കണ്ട? സാക്ഷികളുണ്ട്, വിളിക്കാൻ സാർ. ആ വിളി. യവൻ കയറി പിടിച്ച് സാക്ഷികൾ യവന്മാര്. എമിലി ഉള്ള കാര്യം തുറന്നു പറ. ആരും പേടിക്കുന്നത്? ആരെയും പേടിക്കണ്ട. Tell the truth in the front of the court. അല്ലേ? അല്ല സാർ. ആണോ? സർ ഞാനെന്തു പറയാനാ, ഞങ്ങൾ സംസാരിച്ചിരുന്നു രാവിലെ പുറത്ത് വെച്ച്. എന്റെ കയ്യിലൊന്നും കയറി പിടിച്ചിട്ട് ഞാൻ ഓർക്കുന്നില്ല. കയ്യിൽ കയറി പിടിച്ചത് ഓർമ്മയില്ല. എല്ലാം പോയി. കരയാതെ ക്ലാസ്സിൽ ചെല്ലേ. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം കേട്ടാ. കരയാതെ എല്ലാവരും ക്ലാസ്സിൽ പോയി. നിങ്ങൾ നാല് ഇവിടെ നിങ്ങൾ നാല് ഇവിടെ നീ ഇവിടെ നീ ഇവിടെ എല്ലാവരും എല്ലാവരും സാമാ പോണ വഴി വല്ല കമ്മ്യൂണിസ്റ്റ് പച്ച വല്ലതും ഉണ്ടെങ്കിലേ ഒപ്പിച്ചോ കേട്ടാ. കയക്കി വെക്കണം സാർ. ആ അത് അറിയാം. നിങ്ങളെന്തിനു കരയുന്നത്? കരയില്ല ശരിക്കും. ഞങ്ങളുടെ തെറികളാ. സാറേ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സാറേ. ഞാൻ ചുമ്മാ എന്താ ഇവര് വിളിച്ചോണ്ട് പോയതാണ്. എന്തിനാണ് അടിപൊളിയെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. എടാ നീ അല്ലാതെ ആരെങ്കിലും അവന്മാർ ഇവിടെ കാര്യവിടാ. എനിക്കറിയാം നീ വെറും മണ്ടനാണെന്ന്. ഉമ്മാര് വിളിച്ചപ്പോ ഞാൻ പോയി. അവന്മാരെ വിളിച്ചാൽ പോയി. ഇപ്പൊ അനുഭവിച്ചാൽ മൂന്നാമത്തെ തവണ പോ നീ പോ പോ. പാവത്തിന് ഞാൻ എവിടെ കൊണ്ടുപോയിക്കും? അങ്ങനെ പോലും നമ്മൾ മൂന്നാളും ബാക്കിയാവും. എന്തിനടാ പാവത്തിന് എനിക്ക് വലിച്ചഴിച്ചത്? അപ്പൊ എത്ര കാലമായിട്ട് ഈ കോളേജിൽ പഠിക്കുന്നത്? ആദ്യം തിരിച്ചറിവാണ്. സാർ ഞങ്ങളും പാവങ്ങളാണ് സാർ. അയ്യാ ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് വയലേഷൻ ഓഫ് സിസ്റ്റം ബൈ ദ ടിയേഴ്സ് സാർ. പൊട്ട ഇംഗ്ലീഷും കൊണ്ടുവന്നെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം നിന്റെ തന്തേ തള്ളയെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് ഞാൻ അവിടെ സംസാരിക്കട്ടെ. എനിക്ക് നിന്റെ അടുത്തൊന്നും ഒന്നും സംസാരിക്കാനില്ല. ഇറങ്ങിപ്പിക്കാം പോ. സാറേ നമുക്ക് ഒന്നും കൂടെ സംസാരിച്ച് ചർച്ച ചെയ്ത് എല്ലാവരും ഒരു സംസാരമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു. നീയൊക്കെ നിന്റെ എന്തൊക്കെ പൈസ ഞാൻ ഈടാക്കും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഈടാക്കും. കേട്ടല്ലേ? ഇറങ്ങി പോയാ പോ. വിളിച്ചോണ്ട് വാ തന്തേ തള്ളെ. എന്തിനു ഞാൻ തീരുമാനിക്കാം? എന്തിനും ഞാൻ തീരുമാനിക്കും നിന്റെ ഇതിനകത്ത് കാര്യമാ വേണ്ടത്. അവരറിയട്ടെ നിന്റെയൊക്കെ സ്വഭാവങ്ങൾ. എമിലി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ തടി നിന്റെ കൈക്കറി പിടിച്ച സത്യമല്ലേ? അവൻ ചുമ്മാ പിടിച്ചതാ കളിക്ക്. ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നു. എന്നാ പിന്നെ പ്രിൻസിപ്പൾ മുമ്പിൽ പറയാത്തെന്തേ ചുമ്മാ കളിക്ക് പിടിച്ചാണെന്ന്? എനിക്കപ്പൊ അങ്ങനെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. അല്ല ഞാൻ സംസാരിക്കല്ലേ, അതാദ്യം കേക്ക്. എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിനക്ക് അവനത്തെ സിമ്പതി എന്തോന്ന് ആ പുറഞ്ചുവിന്റെ അടുത്ത്? ചുമ്മാ അപവാദം പറയല്ലേ. അവർക്ക് പുറഞ്ചുവിന്റെ അടുത്തല്ല സിമ്പതി, പിന്നെ മമ്മൂന്റെ പ്ലീസ്. ചൊറിയല്ലേ, ചുമ്മാ അവളെ ചൊറിച്ചെന്ന് വിളിക്കുന്നു. ആടി ചൊറിച്ചു ചോദിച്ചാ ഇവിടെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. പോയി എന്തേലും ചെയ്തേ പറ്റൂ. പോയിട്ട് എന്ത്? ഒന്നുമില്ല അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരിൽ ഒരാളെ കൊണ്ട് പ്രിൻസിപ്പളിന്റെ മുമ്പിൽ നിർത്താന്ന് വെച്ചാ നടക്കാത്ത കാര്യമാണ്. ഞാനപ്പോൾ ക്ലാസ് കയറട്ടെ. ക്ലാസ്സിൽ കയറണ മുഖത്ത് കണ്ണീരിക്കണം തുടച്ചോളാം. എന്റെ കരച്ചിലും പൊയിച്ചിലൊക്കെ തീർന്നില്ലേ? ആ പൊയ്ക്കോ. നിവർത്തിയില്ലാത്തോണ്ടല്ലേ നമ്മളിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിക്കുകയല്ലേ വേണ്ടത്.
അപ്പോ അല്ലെങ്കിൽ ഇവനെ കൂടുതൽ കൂട്ടാനൊന്നും പറ്റില്ല. അണ്ണാ ഓ അമ്മ നടക്കാത്ത കാര്യം അച്ഛൻ ഇങ്ങോട്ട് എന്നാ പറഞ്ഞുകൊണ്ട് എന്നാ കൊല്ലും. ഛേ ഞാൻ പോയി വീട്ടില് ഒരുമാതിരി നഴ്സറി പിള്ളേരെ പോലെ. അണ്ണ എങ്ങനെ പോയി പറയണ? അത് എന്നടേ ഞാനും ആലോചിക്കുന്നത്. നാണക്കേട്. ഇപ്പൊ ഒരു കാര്യമേ രക്ഷയുള്ളൂ. ഉർജു രവിട്ട് നമുക്ക് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പോയി കാര്യം പറയാം. ഉമ്മ വരുന്ന ഉറപ്പാ? ഉറപ്പാണോ? എന്തായാലും വരും. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് എടുത്താടി പറയാൻ പാടില്ല. നമ്മളവിടെ പോയി ഇരുന്ന് കുറച്ചേരം ഉമ്മയുടെ അടുത്ത് സംസാരിച്ച് പഞ്ചത്തിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ വകുപ്പിൽ പറഞ്ഞു വന്ന് ഞാൻ വരും. ഓക്കെ, അതാ നല്ലത്. വരും വരും വരും, ഉമ്മ എന്തായാലും വരും. പെട്ടെന്ന് പറയരുത്, നമുക്ക് പ്രഷറിന്റെ അസുഖമുള്ള. എടാ ഞാൻ പറഞ്ഞോ അതോ നിങ്ങൾ പോയിട്ട് വരും? അണ്ണൻ കൂടെ വരണോ? അണ്ണൻ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചളി ഉണ്ട് നോക്കണേ. അത്രയും ചെളിയും വെള്ളമാണല്ലേ? ആ, ഞങ്ങൾ ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് മാറാനുള്ള ഒരു തീരുമാനമുണ്ട്. അതിനുള്ള ഓലയും മടലൊക്കെ റെഡിയായ ഫ്ലാറ്റിന്റെ. ഇങ്ങോട്ട് വരുമാ വെച്ചക്കണുമ്മാ. പുട്ടുണ്ട് മക്കളെ, എടുക്കട്ടെ. എന്താ ഇറങ്ങൂല? പുറിഞ്ചിന് പുട്ട് വേണ്ട, എനിക്ക് ഇവിടെ പുട്ട് എടുത്തോളി. എടേ ഉമ്മേ പുട്ട് കൊണ്ടുവരുമ്പോൾ പറഞ്ഞാൽ മതി, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഒന്നും പറയൂല. ആ പുട്ടത്തേ മക്കളെ ഇത്രേ ഉള്ളൂ. മതി. നിനക്ക് വേണ്ടല്ലേ? എനിക്ക് ഇന്നലത്തെ മീൻ കറിയില്ല ഉമ്മ? ഇന്നലത്തെ നല്ല കുറച്ച് ദിവസമായിട്ട് മീൻകറി ഇല്ല. ഉമ്മാനെ നമ്മളെ കോളേജിലെ പ്രിൻസിപ്പൾ അന്വേഷിച്ചു. എന്തിനാടാ? എന്തോന്നല്ല, എൻ്റെ ഉമ്മാനെ കാണണം. ഉപ്പനെ ഏതായാലും കാണാൻ പറ്റില്ല, ഉമ്മനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. നമുക്ക് നാളെ ഒന്ന് കോളേജിൽ പോയാലോ? നാളെ ഡോക്ടറുടെ പുരയില് പണിക്ക് പോകണ്ടേ മോനെ? നമുക്ക് വേറെ ദിവസം പോവാം. വേറെ ദിവസം പോകാനൊന്നും പറ്റില്ല, നാളെ എന്തായാലും പോകണം. നാളെ പോകാൻ പറ്റില്ലടാ. അങ്ങനെ പറഞ്ഞ പറ്റില്ല, നാളെ എന്തായാലും പോകണം. എന്താണ് നാളെ തന്നെ പോകണം നിർബന്ധം? അത് ഉമ്മ വേറൊന്നുമില്ല ഉമ്മ, ഞങ്ങളുടെ കോളേജ് അവിടെ വേറെ കുറേ പിള്ളേർ അവർ കോളേജിൽ വന്ന് അടിയുണ്ടാക്കി. അപ്പം ഞങ്ങൾ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയി അല്ലേ? അപ്പോൾ അവരൊക്കെ ഓടി. അപ്പം അങ്ങനെ നമ്മളാണെന്ന് എല്ലാവരും പറഞ്ഞു. ഈ അടിയാടുന്ന കൂട്ടത്തിലേ വേറെ വന്നില്ലേ അവന്മാരവിടെ കുറച്ച് ചെടിച്ചട്ടിയാ ജനല് അല്ലേ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച്. ഇപ്പൊ ഒരു ഭയങ്കര തെറ്റിദ്ധാരണ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്താണെന്ന് വെറുതെ ഒരു തെറ്റിദ്ധാരണ. ഇപ്പൊ നാളെ അമ്മ പ്രിൻസിപ്പളിനെ കാണാൻ വരുമ്പോ പ്രിൻസിപ്പൾ നമ്മളെ പറ്റി അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ വിശ്വസിക്കരുത്, വെറുതെ പറയണ. സത്യം പറയടാ, നീയൊക്കെ കോളേജിൽ അടി ഉണ്ടാക്കിയോ? സത്യം പറയടാ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. അത് ചെറുതായിട്ട് നമ്മള് അവിടെ നമ്മള് നിരപരാധികളാണ് ഉമ്മ. നാളെ വന്ന് കോളേജിൽ വന്ന് പ്രിൻസിപ്പാളിനെ കണ്ടില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ കയറ്റൂല. ഞാൻ വരൂല. ഇവന്റെയൊക്കെ ഒരു പാട് കഷ്ടപ്പെടുന്നത് ഞാൻ കിടന്ന്. വിചാരിച്ച ഉമ്മ വരുന്നാട്ടോ. ആകെ കലിപ്പായി. ഇപ്പോഴാണ് വാപ്പല്ലാത്തതിന്റെ വിഷമം മനസ്സിലാക്കണം. നിന്റെ വാപ്പ മരിച്ച എത്ര വർഷമാടാ? എനിക്ക് 6 വയസ്സുള്ള സമയം. 6 വയസ്സുള്ളപ്പോഴാ? ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. നേരത്തെ പോയല്ലേ, ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. ഇവിടെ തമാശ പറയണ. എനിക്കൊരു ഐഡിയ വന്നു. എന്താണ്? എന്തായാലും നിനക്ക് വാപ്പയില്ല, കോളേജിൽ ആർക്കും അറിഞ്ഞൂടാ. നിന്റെ വാപ്പയായിട്ട് നാളെ കോളേജിൽ ഒരാളെ കൊണ്ടുപോയാ? എന്ത് പ്രാന്താണ് പറഞ്ഞത്?
എങ്ങനെ നിന്റെ വാപ്പയായിട്ട് നാളെ കോളേജിൽ ഒരാളെ കൊണ്ടുപോയല്ലാന്ന്. എവിടെ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. നിന്റെ വാപ്പയായിട്ട് നമ്മൾ നാളെ ഒരാളെ കോളേജിൽ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ സുരേന്ദ്രനെ അവിടെ കൊണ്ടുപോയാലാ? സുരേന്ദ്രണ്ണ? ഇവിടെ എൻ്റെ അച്ഛൻ ലൈമാൻ സുരേന്ദ്രൻ. അത് കൊള്ളാം, അത് നന്നാവും. അപ്പൊ നിങ്ങൾക്ക് അച്ഛൻ വേണ്ടേ? എനിക്ക് അത് മൂന്നാമത്തെ വിഷയമാണ്, നമുക്ക് പിന്നെ ആലോചിക്കാം. അതിനു മുമ്പ് നമുക്കൊരാളെ തപ്പുണ്ട്. അത് ആരാ? കുരുടി രാജു. ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വേണം. ഇതുവാ ചില കാര്യങ്ങൾക്ക് ചിലരെ പറ്റൂ. ധൈര്യമായിട്ട് വാ. സംഗതി ആൾമാറാട്ടോ, പിടിക്കപ്പെട്ട ക്രിമിനൽ കേസാ. എന്റെ ജീവിതം കോഞ്ഞാട്ടായി. നമ്മൾ കൂടുതൽ ജാടയൊന്നും പറയണ്ട, നടക്കില്ലെന്ന് പറ മച്ചമ്പി. ചുമ്മാ ഇരുടേ. ഇപ്പൊ നിനക്കൊരച്ഛൻ, ഇവനൊരു വാപ്പ, എല്ലാം കൂടി ഒരു കുറെ ചെലവ് വരുന്ന കേസാ. എത്ര രൂപയാവുന്ന പറ? എല്ലാം കൂടി ഒരു 2000 രൂപ വേണ്ടി വരും. 2000 രൂപയെ? എന്താടേ, വണ്ടിക്കൂലി, വള്ളക്കൂലി, മറ്റേ കൂലി, മറിച്ചു കൂലി എല്ലാം കൂടെ 2000 രൂപ വേണ്ടി വരും. കുറവാണ്ടേ? നമ്മളൊരു 10,500 എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. നാളെ കൃത്യമായിട്ട് വന്നാൽ മതി. അപ്പൊ നിനക്ക് അച്ഛൻ വേണ്ടേ? വേണം. അപ്പൊ 3000 രൂപ വേണ്ട. അല്ലെങ്കിലും നിനക്കൊന്നും അച്ഛൻ്റെ ആവശ്യമില്ല. പറഞ്ഞൊരു അർത്ഥം എനിക്ക് മനസ്സിലായി. അപ്പോ നിന്റെ അച്ഛൻ ലൈമാൻ സുരേന്ദ്രൻ, ഇവന്റെ വാപ്പയുടെ പേരെന്തേ? ഷുക്കു. അബ്ദുൾ ഷുക്കൂർ. എന്താ 2 പേരാ? അബ്ദുൾ ഷുക്കൂർ ഒറ്റ വാപ്പുള്ളൂ. അങ്ങനെ പറ. അപ്പൊ ലൈമാൻ സുരേന്ദ്രൻ, അബ്ദുൾ ഷുക്കൂർ രണ്ടുപേരും കൂടി കൃത്യം നാളെ 10-10:30 ആകുമ്പോ അവിടെ എത്തും. എത്തും. ധൈര്യമായിട്ട് വയ്ക്കും. ധൈര്യമായിട്ട്. പോ. വരുമല്ലോ അല്ലേ? വരും. പോടേ. ധൈര്യമായിട്ട് പോടേ. ശരിയണ്ണ, മണി 10 ആരെയും കാണാനില്ലല്ലേ? എവിടെ രണ്ടാള് വരുന്നത്. ഒരാളെ കണ്ടിട്ട് എന്റെ വാപ്പയും തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, വാപ്പ ആവാൻ വന്ന ആള്. അച്ഛൻ എന്നെ മനസ്സിലായില്ല. ഞാൻ സുരേന്ദ്രൻ, നിന്റെ അച്ഛൻ. ഇത് അബ്ദുൾ ഷുക്കൂർ, യവന്റെ ബാപ്പ. എന്ത് ഓറായ? സംഗതി കൊള്ളാം. പിന്നെ അല്ല, മൂപ്പരോടെല്ലാം പറഞ്ഞ് ശരിയാക്കിനാ. അയ്യോ, പഴയ നാടക നടനാണ്. പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ടെന്ന്. ഒരിക്കലും ഇല്ല. ധൈര്യമായിട്ടിരിക്കുന്നു. എന്നാ പിന്നെ നമുക്ക് പോയാ എന്തറിയാ, ഞാൻ ആദ്യം ചെന്നിട്ട് എന്റെ കേസ് ഒന്ന് മയപ്പെടുത്താം. അതിനുശേഷം എല്ലാവർക്കും പോകാം. എന്തോ പറയുന്നു? ആയിക്കോട്ടെ. ശരി. ശരി, ധൈര്യമായിട്ടും. സൂക്ഷിക്കാം. അച്ഛ എവിടെ? ഇല്ല സാർ, അച്ഛനും അമ്മയൊന്നും വരില്ല. എനിക്ക് വേണ്ടി വരാൻ ആരുമില്ല സാർ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ജന്മമാണല്ലോ എൻ്റെത്. സാറ് കാര്യം ചെയ്യണം, ആ TC ഇങ്ങ് തന്നു വിട്ടാൽ മതി. എനിക്കൊരു വിഷമമില്ല സാർ. പിന്നെ ഒരു കാര്യം സാർ ആലോചിക്കണം. TC വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്ന സാർ വിചാരിക്കില്ലേ. നമ്മളെ കോളേജിൻ്റെ വടക്കെ വെച്ചതിക്കുന്ന പുളിയുണ്ടല്ലോ, പുളിയിൽ ഞാൻ തൂങ്ങിയിരിക്കും. പിന്നെ എൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുപോകില്ലേ. തെക്കേ വശത്തേക്കുന്ന മാവില്ലേ, അത് മുറിച്ച് എന്നെ ഇവിടെ തന്നെ ദഹിപ്പിക്കുന്നു സാറേ. ചെറിയൊരു റിക്വസ്റ്റ് ഇവിടെ ഉണ്ടേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ, രവി മെമ്മോറിയൽ എന്നുള്ള പേരിൽ ഇവിടെ നാടക മത്സരമോ കബഡിയോ മറ്റു കലാമത്സരങ്ങളോ നടത്തരുത്. ചിലപ്പം എൻ്റെ ആത്മാവിനെ പിടിക്കില്ല സാറേ. ഇത് കാര്യം കൊണ്ടുണ്ട് കേട്ടോ. ഞാൻ സാറിനെ ആരായിട്ടെന്നറിയാൻ കാണുന്നത്. മരിച്ചോ എൻ്റെ അപ്പൂപ്പനായിട്ട്. TC എവിടെ? TC എവിടെ സാറേ? നീ ക്ലാസ്സിൽ പോ. നീ ആവശ്യമില്ലാത്തൊന്നും നീ പറയരുത് കേട്ടാ. അല്ല, TC എവിടെ? നീ ക്ലാസ്സിൽ പോയിരുത് പടി. പിന്നെ ഇനി അവന്മാരുടെ ചേർന്ന് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇതാണ്. നീ അവന്മാരുടെ ചേർന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അല്ല, ആരും ഇല്ലല്ലോ സാറേ. മറ്റവന്മാരുടെ ചേർന്ന് മറ്റവന്മാരുടെ നിന്നെ ഇനി കാണരുത്. ഇല്ല. അവന്മാരുടെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കൂല. അത് നീ അതിന്റെ പേര് പറഞ്ഞ് നീ ഇനി വക്കാലത്ത് കൊണ്ട് വരരുത്. ഇല്ല കേട്ടാ. ക്ലാസ്സിൽ പോട്ടോ. അവർ TC എഴുതി വെച്ചിരിക്കണം. നീ പോടേ, നീ പോ. പോടേ, പോട്ടോ. പോ. സാർ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ പ്രദീപിന്റെ അപ്പച്ചീര മകൻ കുരുടി രാജു. വലിയ മീശയും വെച്ചിരിക്കുന്നു. വിക്ക് നിനക്ക് ചേർന്ന് കേട്ടാ. ഇപ്പൊ ഒരു വൃത്തിയുണ്ട് അവനെ. ഒരു നാടകത്തിന് വേഷം കെട്ടിയവരുണ്ട് അല്ലേ സാറേ? സാറേ, ഞാൻ ഈ നാടകവും ഒക്കെ ആയിട്ട് അത് വെറുതെ ഒരു ചേഞ്ചിന് സാറേ.
യവൻ്റെ അടുത്ത് അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം അപ്പച്ചീരെ മോനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. അത് പറ്റൂല. അച്ഛനെ വിളിച്ചോണ്ട് വന്നാലേ പറ്റൂ. ഏയ് യവ ഈ കോളേജിൽ കാണിച്ച പോക്കതനമല്ല നീ അറിഞ്ഞാ? അറിഞ്ഞു സാറേ, വളരെ മോശമായിപ്പോയി. ഏയ് പോയി അച്ഛനെ വിളിച്ചോണ്ടോ? ഓ അല്ലേ നോക്കി പഠിപ്പിക്കണം. ഇതാരുടെ? ബാപ്പ ഷുക്കൂർ ബാപ്പ. ആരുടെ? എൻ്റെ. ഇപ്പോഴെങ്കിലും കണ്ടതിൽ വളരെ സന്തോഷം. മോൻ്റെ TC അടിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വയ്ക്കാം. സന്തോഷം തന്നാട്ടെ. സാർ എൻ്റെ TC കൊടുക്കല്ലോ സാർ, എനിക്ക് ഇവിടെ പഠിക്കണം. അവന് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, അതുകൊണ്ട് യവനെ എവിടെ പഠിപ്പിക്കണം. ഇയാളെ ഈ കോളേജിൽ ഉണ്ടാക്കിയ നഷ്ടത്തെ പറ്റി ഇയാൾക്ക് വല്ല അറിവുണ്ടാ? അതൊന്നും സാരമില്ല, എന്തായാലും ഇവനെ എവിടെ പഠിപ്പിക്കണം. സാരമുണ്ട്. ആ നഷ്ടത്തിന് പരിഹാരം തന്നിട്ട് ഇവിടെ ഇവൻ കോളേജിൽ പഠിക്കും. എന്തായാലും ഇവനെ എവിടെ പഠിപ്പിക്കണം. എന്ത് പറഞ്ഞാൽ എവനെവിടെ പഠിപ്പിക്കണം. ഇതിവിടെ ഇയാൾ ആരെ പറഞ്ഞു പഠിപ്പിച്ചില്ലാണ് ഇയാൾ ഇവിടെ പറയുന്നത്. എന്നെ ആരും ഒന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുമില്ല. ഈ നിൽക്കുന്ന യവനോ ഈ രാജുവോ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ രാജു എങ്ങനെ അറിയാം? ഈ നിൽക്കുന്ന രാജു അല്ലേ പൊറിഞ്ചോന്റെ അച്ഛൻ. അച്ഛനല്ല, അപ്പച്ചിയുടെ മോൻ. മാറ്റി എന്താ സുഖമല്ലേ? പരമാനന്ദ സുഖം. ഞാൻ ഈ നിൽക്കുന്ന മമ്മുവിന്റെ അച്ഛൻ, സോറി ബാപ്പ. പരിചയപ്പെട്ടത് വളരെ പരിചയമില്ലല്ലേ? പിന്നെ എനിക്ക് നല്ല പരിചയമാണ്, പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര പരിചയം പോരാ. ഞാൻ അപ്പളേ പറഞ്ഞില്ല സാറേ, നാടകം മണക്കുന്നുണ്ട്. എന്തായാലും അവനെ ഇവിടെ പഠിപ്പിക്കണം. ആകെ കൺഫ്യൂഷൻ, ഒന്നും കൂടെ ക്ലിയർ ആവുന്നില്ല. നിന്റെ അടുത്ത് അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞു, നീ ഇതല്ല അവനെ കൊണ്ടുവന്ന്. മിസ്റ്റർ ഷുക്കൂർ, യവനെ അടിച്ച് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ കിടന്ന് സീനൊന്നും ഉണ്ടാക്കണ്ട. വിളിച്ചോ പറ. സാർ ഉമ്മ. ആ വരണം. മാമനും മച്ചമ്പിയൊന്നും അച്ഛനും അമ്മയ്ക്കും പകരമാവില്ല. മോൻ്റെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓന്റെ വിശേഷങ്ങൾ ഓന്റെ പുരക്കാരോട് പറഞ്ഞാ പോരെ? അതല്ലേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. പറയട്ടമ്മ, ഓന്റെ പ്രശ്നം നമ്മളെ പ്രശ്നം ഒരു പ്രശ്നം തന്നെ അല്ലേ? ആദ്യം എന്റെ വിശേഷം കേക്കട്ടെ. ഇതാരമ്മേ? എൻ്റെ ഉമ്മ. നീ പറഞ്ഞ അമ്മയെന്ന്? അതാ പറഞ്ഞത്, അവന്റെ അമ്മ ഉമ്മ. അങ്ങനെ എന്ത് വാപ്പാനെ മോനെ മുമ്പേ വിട്ടിട്ട് പറയുന്നത്? വാപ്പ നേരത്തെ പോയി, പിന്നെ വിട്ടു. എല്ലാം ഉമ്മയും ബാപ്പ അറിഞ്ഞിരിക്കണം. കെട്ടേനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കെട്ടിലുണ്ട് പറഞ്ഞത് സത്യം. ചോദിച്ചോക്ക് താഴിക്കണം. പാപ്പ അച്ഛൻ രവിയേട്ടൻ എന്താ നിൽക്കണം? മമ്മു ഇതാരാ? ഉമ്മ. ഇതാ പാപ്പ. ആരുടെ? ഏയ്, ഈ നിൽക്കുന്ന മനുഷ്യൻ നിങ്ങളുടെ ആരാ? ഇതെന്റെ കെട്ടിയോളല്ല. താൻ മിണ്ടരുത്. ഇതാരാന്നേ ചോദിച്ചേ? ആരുമല്ല. ഇതെന്ത് ചോദ്യമാണ് സാറേ? ഒരുമാതിരി ബന്ധങ്ങൾ അറിഞ്ഞുകൂടാതെ. സാറ് ചോദിച്ചില്ലെങ്കിൽ ഉമ്മയ്ക്ക് ദേഷ്യം വരും. മനുഷ്യനെ മണ്ടനാക്കണ പരിധിയുണ്ട്. എടാ മമ്മു, ഇതിന്റെ വാപ്പനാണോ? ഉമ്മ, നമ്മളെ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കണ വർത്തമാനം പറയണം. ഇയാൾ എന്തൊക്കെ അനാവശ്യമായി പറയണത്? ഇയാൾ ആരാ? ഞാൻ ആരാണെന്നാ? ഞാൻ നിങ്ങളുടെ മകനെ പഠിക്കുന്ന അധ്യാപകൻ ഭാവനയ മാഷി. ഇതാരാണെന്ന് അറിയാമോ? നിങ്ങളുടെ മകൻ വിളിച്ചോണ്ടേ വാപ്പയാണെന്ന് പറഞ്ഞിട്ട്. ഉമ്മ, ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂല അമ്മ. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വന്നില്ല. അപ്പം ഞാൻ കുരുടി മച്ചമ്പിയെ കൊണ്ടുവന്നു. ഉമ്മയെ വിളിച്ചല്ല, അപ്പോഴും ഉമ്മച്ചിയും വന്നില്ല. അപ്പോൾ അങ്ങനെ വാപ്പയെ ഒപ്പിച്ച്. ആർക്കും ചെയ്തമില്ലാത്തൊരു ഉപകാരമല്ലേ ഉമ്മ? മരിച്ചുപോയ വാപ്പയുടെ പേരിൽ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ ഉമ്മ.